നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കേരള ആരോഗ്യ മേഖലയെ പറ്റി. അതായത് കേരള ആരോഗ്യ മേഖല ലോകമെമ്പാടും ഈ ഇന്ത്യ മഹാരാജ്യവും ശ്രദ്ധിക്കാനുള്ള ഒരു കാരണം കോവിഡ് സമയത്ത് നടന്ന ചില അത്ഭുതങ്ങളെ കൊണ്ടാണ്. അതിന് കാരണം എന്താണെന്ന് നമ്മൾ മലയാളികൾക്ക് മിക്കവർക്കും അറിയാം. അത് എല്ലാ പഞ്ചായത്തിലും എല്ലാ താലൂക്കിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഹോസ്പിറ്റലോ മെഡിക്കൽ കോളേജോ ഉള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പം അതിൻ്റെ മികവാണ് കോവിഡ് സമയത്ത് നമ്മൾ കണ്ടത്. അത് ദേശീയമായും അന്തർദേശീയമായും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഞാൻ കേട്ടത് ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച ഒരു മീറ്റിങ്ങിലെ ഒരു അജണ്ട, എങ്ങനെ ഒരു ഡിസ്ട്രിക്റ്റിലെ ഇന്ത്യയിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു മെഡിക്കൽ കോളേജോ ഒരു ഹോസ്പിറ്റലോ തീർച്ചയായും ഉണ്ടാകേണ്ട, അങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ അവർ ഉണ്ടാക്കി. അതിന് കാരണം അവർ മനസ്സിലാക്കി കേരളത്തിൽ നടക്കുന്ന ആരോഗ്യ പ്രവർത്തനം സർക്കാരിൻ്റെയും പ്രൈവറ്റ് സെക്ടറിൻ്റെയും കൂടിയുള്ള ഈ ഔട്ട്റീച്ച്, അതായത് അതിൻ്റെ ഫലം എന്താണെന്ന് ഒരു ക്രൈസിസ് വന്നപ്പോൾ നമ്മൾ കണ്ടു. അതേ കേരള ആരോഗ്യ രംഗത്തെയാണ് ഇപ്പോൾ മുൾമുനയിൽ നിർത്തുന്ന മിസ്മാനേജ്മെൻറ്റുകൾ നമ്മൾ ദിവസേന കേൾക്കുന്നത്. 41 ഇഷ്യൂസ് ഈയിടെ ആരോ ലിസ്റ്റ് ചെയ്തു, ഒരു മീഡിയയിൽ ഞാൻ കണ്ടു. കത്രികരിക്കുന്നതാകട്ടെ, മറ്റ് സാധനങ്ങൾ വെക്കുന്നതാകട്ടെ, സമയത്ത് ചികിത്സ കിട്ടാതെ മരിക്കുന്നതാകട്ടെ, അതായത് കേരളത്തിൻ്റെ പുകൾപ്പെട്ട ആരോഗ്യരംഗം തകർച്ചയിലേക്ക് ആണോ അതോ മിസ്മാനേജ്മെന്റ് ആണോ? എന്താണ് സാർ നടക്കുന്നത്? ചെറിയാൻ, ഇത് നമ്മൾ ആകെ അടച്ച കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്നു എന്ന് വിശേഷിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല. കാരണം ഞാൻ ഒന്ന് സബ് ക്വസ്റ്റ്യനായിട്ട് പറഞ്ഞിട്ട്, കേരളത്തിന്റെ സർക്കാർ നിയന്ത്രിക്കുന്ന ആരോഗ്യ മേഖല, അതായത് വളരെ 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 നല്ല മെഡിസിറ്റികൾ തിരുവനന്തപുരത്താണേലും കൊച്ചിയിലാണേലും കോഴിക്കോടാണേലും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സർക്കാർ നിയന്ത്രിക്കുന്ന സർക്കാരാണ് ഈ ഒരു രംഗത്ത് ആദ്യത്തെ ഫസ്റ്റ് മൂവർ എന്ന് പറയാവുന്ന സർക്കാർ തന്നെയാണ്. അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഞാൻ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞങ്ങളുടെ ചെട്ടികുളങ്ങരയിലെ പഞ്ചായത്തിന്റെ ഒരു സൈഡിലെ ഒരു ഡിസ്പെൻസറി വന്നു. അത് മിനിസ്റ്റർ വെല്ലിംഗ്ടൺ വന്നു ഇനാഗുറേറ്റ് ചെയ്യുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നടന്ന സ്ഥലത്ത്, സർക്കാർ കൊണ്ടുവന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു മിസ്മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് സാർ സംഭവിക്കുന്നത്? അത് മിസ്മാനേജ്മെന്റ്, താങ്കൾ പറഞ്ഞ വാക്കാണ് അത്, കൃത്യമായ വാക്ക്. അതായത് ഈ സിസ്റ്റം പാടെ തകരാറിലായി എന്ന് ഞാൻ പറയില്ല. എന്നാൽ ഇതിനകത്തൊരു ഫെറ്റീക്ക്, ഇത്രയും വിശാലമായ, ഏറ്റവും വികേന്ദ്രീകൃതമായ ഒരു ഉദാഹരണം താങ്കൾ പറഞ്ഞു, ചെട്ടികുളങ്ങരയിൽ പറഞ്ഞ പോലെ, ഒരു പഞ്ചായത്തിൽ പോലും അടിയന്തരമായി ആരോഗ്യ പരിരക്ഷണം ലഭിക്കുന്ന ലോകത്തിലെ അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കാരണം എനിക്കറിയാം, ഞാൻ ഇപ്പോൾ എടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. എൻ്റെ 1 കിലോമീറ്ററിനകത്താണ് അല്ലെങ്കിൽ 2 കിലോമീറ്ററിനകത്ത് എനിക്ക് 2 സർക്കാർ ആസ്പത്രികളെ സമീപിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. എടപ്പള്ളി താലൂക്ക് ആസ്പത്രി, കൂടാതെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടി നടത്തുന്ന വേറൊരു ആരോഗ്യ കേന്ദ്രം. ഇങ്ങനെ ഇത് നമ്മളെ ലോകത്ത് മറ്റ് രാഷ്ട്രങ്ങളുമായി തുലനം ചെയ്താൽ മാത്രമേ അടിയന്തര വൈദ്യസഹായം ലഭിക്കുന്നതിന് കേരളത്തോളം സൗകര്യമുള്ള ഒരു പ്രദേശവുമില്ലെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പല നീണ്ട സമയം ചിലവഴിക്കുമ്പോൾ ഒരു അടിയന്തര ആരോഗ്യ പ്രശ്നത്തിന് സമീപിക്കാനുണ്ടാവുന്ന നീണ്ടകാല ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അത് ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രം, അത് തിരുവിതാംകൂറുള്ള രാജാക്കന്മാരുടെ ചരിത്രം, പിന്നീട് അങ്ങോട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ആരോഗ്യത്തിലും ശുചിത്വത്തിലും കൊടുത്തിരുന്ന പ്രാധാന്യം, പിന്നീട്
തീർച്ചയായിട്ടും പബ്ലിക് സെക്ടറിൽ കെട്ടിപ്പടുത്ത വലിയ ഒരു ശൃംഖല. അത് മെഡിക്കൽ കോളേജുകൾ മുതൽ താഴെ പബ്ലിക് ഹെൽത്ത് സെന്റർ വരെ നിൽക്കുന്ന ഒരു ശൃംഖലയും ഒരു വലിയ ഒരു സംവിധാനവുമാണ്. അതിനെ ദീർഘകാലം നിലനിർത്തിക്കൊണ്ടു പോകുക എന്ന ചുമതലയാണ് ഇന്നത്തെ ഭരണകർത്താക്കൾക്കുള്ളത്. അത് വികസിപ്പിക്കുകയും വേണം, അതേസമയം അതിന്റെ ഗുണനിലവാരം ഉറപ്പിക്കുകയും വേണം. അതിന്റെ നടത്തിപ്പിൽ സൂക്ഷ്മമായ ശ്രദ്ധ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് താങ്കൾ അടുത്ത കാലത്ത് താങ്കൾ ചൂണ്ടിക്കാണിച്ച ഈ കാര്യങ്ങൾ.